ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഫാമിലി വ്ളോഗറാണ് ഉമ്മയും മോനും നൗഫൽ അല്ലേ. അപ്പോൾ നൗഫലിൻ്റെ എല്ലാ വിശേഷങ്ങളും ചാനൽ വഴി അറിയിക്കാറുണ്ട്. ഞാനും അവരുടെ 3 ചാനലും കണ്ടിന്യൂ ആയിട്ട് കാണുന്ന ഒരു ആരാധിക കൂടിയാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ന്യായമായിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ഒരുപാട് ദിവസമായിട്ട് അവരുടെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. അത് അങ്ങനെയാണ്, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഊതിപ്പെരുപ്പിച്ചാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അപ്പോൾ നൗഫലിൻ്റെ വീഡിയോ, കാരണം സൗഫിയുടെ ചാനലിൽ ഇങ്ങനെ വീഡിയോസ് വരുന്നുണ്ടായി. അപ്പോൾ നൗഫൽ അതിനെ ഒരു മറുപടിയായിട്ട് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നൗഫലിൻ്റെ ചാനലിലും എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം ഒരു വീഡിയോ ആയിട്ട് ചെയ്തു. അപ്പോൾ ഞാനത് കണ്ടു കേട്ടോ ആ വീഡിയോ. അപ്പോൾ ഒരു സഹോദരൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആ വീഡിയോ കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോ, അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിലൊരു കമൻറ്റിനെ കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ അതിൽ വന്ന കമൻറ്റ്, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എല്ലാ മാസവും പൈസ ഉണ്ടാക്കുന്നില്ലേ നിങ്ങൾ ഒരുപാട്, അതിൽ നിന്നും കുറച്ച് മിഠായി ആ മക്കൾക്ക് മിഠായി ആയിട്ടും, അല്ലെങ്കിൽ സൗഫിക്കോ സൗഫിയുടെ ഹസ്ബൻഡിനോ, അപ്പോൾ എന്നും കൊടുക്കണമെന്ന് പറയില്ല, വല്ലപ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ കുഞ്ഞുമക്കളെ പോയി ഒന്ന് കാണുക. കാരണം ഇത്രയും ദൂരത്താണ് കിടക്കുന്നത്, ഒരു 2 or 3 hour യാത്രയെ ഉള്ളുവെങ്കിലും അവർ മറ്റൊരു സംസ്ഥാനത്താണ്. അപ്പോൾ അവരുടെ കൾച്ചർ രീതികളൊക്കെ വേറെയാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയായിരിക്കും അവിടെ ഒരു കല്യാണം വന്നാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ സീർവരിസ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അവരതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കുക, കുട്ടികൾക്ക് കുറച്ച് സ്വീറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. ഒന്നും കൊടുത്തില്ലെങ്കിലും ഒരു മാസമോ 2 മാസമോ കൂടുമ്പോൾ ഒന്ന്, എല്ലാവരും തിരക്കുള്ളവരാണ്, എന്നിരുന്നാലും പറ്റുന്ന സമയത്ത് അപ്പോൾ അവർക്ക് അവരുടെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ടെന്നുള്ള ചിന്ത വരും. ഇതിപ്പോൾ അന്യ ഒരു സംസ്ഥാനത്ത് സൗഫി കിടക്കുന്നു, ഭർത്താവിൻ്റെ കാര്യവും മക്കളുടെ കാര്യവും നോക്കി അങ്ങനെ പോകുന്നു. പക്ഷേ ആ ഭർത്താവും ബ്രദറും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ആ പെൺകുട്ടി തന്നെയായിരിക്കും. അപ്പോൾ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണോ, കൂടെ ജീവിക്കാനുള്ളതാണ്, ചെറുപ്പം മുതലേ കണ്ട സഹോദരൻ്റെ കൂടെ നിൽക്കണോ എന്നൊക്കെ ഒരുപാട് ചിന്ത വരും. പിന്നെ അവരുടെ ആ ലാസ്റ്റ് വീഡിയോ സൗഫിയുമായിട്ട് നിൽക്കുന്ന ആ വീഡിയോ കണ്ടപ്പം മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തുറന്ന് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം അവിടെ തീരും. പക്ഷേ ആർക്കും അതിനുള്ള സമയമില്ല എന്നാണ്. അപ്പോൾ സൗഫിയ നൗഫലിനെ ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഇനി എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ച് മറന്ന് എല്ലാവരും ഒരുമിച്ച് പോകാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എന്നാലേ അവരുടെ ചാനൽ കാണാൻ ഒരു രസം ഉണ്ടാവുള്ളൂ. പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ ഇരിക്കട്ടെ അല്ലേ. ചാനലിൽ അവരെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണാനാണ് നമുക്ക് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനോട് എന്താണ് ആ കമൻറ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം. ബൈ.